ഇന്ന് നമുക്ക് തക്കാളിയും കൊണ്ട് തക്കാളി പച്ചടി പോലെ ഒരു കറി ഉണ്ടാക്കാം. അപ്പോൾ തക്കാളി പച്ചടി ആണോ ചോദിച്ചാൽ അല്ല, എന്നാൽ പക്ഷേ തക്കാളി പച്ചടിയുടെ കുറച്ച് സാമ്യതയുണ്ട് ഇതിന് കേട്ടോ. അപ്പോൾ ഞാൻ തക്കാളി പച്ചടി നമ്മൾ സാധാരണയായിട്ട് കുറച്ച് കട്ടിയായിട്ടല്ലേ ഉണ്ടാക്കുക, ഇത് ഇത്തിരി ലൂസായിട്ടാണ് ഗ്രേവി കേട്ടോ. അപ്പോൾ ഇതിനിത്തിരി എനിക്ക് തോന്നുന്നു തക്കാളി പച്ചടിക്കാട്ടിലും കുറച്ച് ടേസ്റ്റ് തോന്നി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനൊരു 6 തക്കാളി കുറച്ച് വലിയ കഷ്ണങ്ങളായി മുറിച്ചിട്ട് ഒരു ചട്ടിയിലിട്ട ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം ഒരു 2 മിനിറ്റ് ഒന്ന് തക്കാളി വഴറ്റുക. വെന്തൊടിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റുക. അതിന് ശേഷം വേവാനാവശ്യമായ വെള്ളം ഉപ്പ് ഇട്ട് കൊടുക്കുക, അടച്ച് വെച്ച് വേവിക്കുക. പിന്നെ നമ്മൾ മിക്സർ ജാറിൽ ഞാനൊരു 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ ജീരകം ഇട്ട് ആദ്യം ഒന്ന് ചതച്ചെടുത്ത് പിന്നെ വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കുക കേട്ടോ. അത് ഈ വെന്ത തക്കാളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊരു തിള വന്നു തുടങ്ങില്ലേ, തിള നന്നായിട്ടൊന്ന് വന്ന് തുടങ്ങുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഓഫ് ചെയ്യുക ഫ്ലെയിം. അതിനുശേഷം നമ്മൾ തൈര്, ഞാനൊരു 1.5 കപ്പ് തൈര് നല്ല ലൂസാക്കിയിട്ട് അങ്ങോട്ട് അടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ ഫ്ലെയിം ഓൺ ചെയ്യൊന്നും വേണ്ട. പിന്നെ ഞാൻ കടുക് തളിക്കാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഇടയിലൊരു കട്ടൻ കാപ്പിയോ ചായയൊക്കെ കിട്ടിയ സന്തോഷമാണ്. അപ്പോൾ ഞാൻ ഇടയിലൊരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് പിന്നെ കടുക് വറുത്തിട്ടു. വെളിച്ചെണ്ണയിൽ കടുക്, ഉലുവ, കറിവേപ്പില, വറ്റൽമുളകൊക്കെ അങ്ങോട്ട് വറുത്തിട്ട് നമ്മൾ ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇതിനിങ്ങനെ ഉണ്ടാക്കിയപ്പോൾ. എനിക്ക് തക്കാളി പച്ചടി ഉണ്ടാക്കിയതിനേക്കാട്ടിലും ഇഷ്ടമായി. അതാണ് ഞാൻ ഈ റെസിപ്പി ഷെയർ ചെയ്യാൻ വിചാരിച്ച്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. ഇഷ്ടമായ എന്തായാലും പറയണം കേട്ടോ. ഓക്കേ.